ജാതിക്ക സ്കാഷിൽ നിന്ന് മാറ്റി വെച്ച ജാതിക്കയുടെ ഇതാണ് തോടാണ്. സ്കാഷ് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അത് നമുക്ക് കളയേണ്ടതില്ല. അപ്പം അതിൽ നിന്ന് നെല്ലിക്ക ചെയ്യുന്നത് പോലെ തന്നെ തേൻ ജാതിക്ക എന്ന് പറഞ്ഞിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ ഇത് കുറച്ച് നേരത്തെ പണിയുള്ളൂ. ഇത് നേരെ നമ്മളൊരു പാത്രത്തിലേക്ക് ഇടുന്നു. എന്നിട്ടൊരു 300 ഗ്രാമോളം ശർക്കര, മറയൂർ ശർക്കരയാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് കുറച്ച് വെള്ളം വേണ്ടുള്ളൂ, അത് ഒഴിക്കുക. ഉപ്പ് ഓൺ ചെയ്യുക. വളരെ കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. ഈ ശർക്കര ഒന്ന് അതിലേക്ക് ഇത് രണ്ടും കൂടെ ഒന്ന് നന്നായി ഒന്ന് യോജിച്ച് വരണം. ഈ ശർക്കര ജാതിക്കയിൽ നന്നായി ഒന്ന് ഉരുകി പിടിച്ച് വരണം. അത്രയേ നമുക്ക് വേണ്ടുള്ളൂ. അതുവരെ ഒന്ന് ഇളക്കി കൊടുത്ത് യോജിപ്പിച്ചെടുക്കാം. തേൻ ജാതിക്ക നമുക്ക് തയ്യാറാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇതിങ്ങനെ വറ്റി ഒന്ന് കുറുതായി ഇതിലൊന്ന് പിടിക്കണം, അത്രേ ഉള്ളൂ. ഇത് നമ്മൾ ചെയ്തിരിക്കുന്നത് ജാതിക്കയുടെ സ്കാഷിൻ്റെ വീഡിയോ ഉണ്ട്, അത് കണ്ടിട്ട് ഇത് കണ്ടോളൂ. അപ്പോഴാണ് ശരിക്കും അത് ക്ലിയർ ആവുള്ളൂ. ഇത് നമ്മൾ കഴിഞ്ഞ വർഷം ശർക്കരയിൽ ലെയർ ചെയ്ത് വെച്ച ജാതിക്കത്തോടാണ് നമ്മൾ സ്കാഷിനെടുത്തത്, സ്കാഷിൽ നിന്ന് അരിച്ചെടുത്തത്. അപ്പോൾ ആ വീഡിയോ കണ്ടിട്ട് ഇത് കണ്ടോളൂ, അപ്പോഴേ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവുള്ളൂ. അപ്പോൾ നമുക്ക് ഒന്നും ഉപയോഗശൂന്യമല്ല എന്നാണ് നമ്മൾ ഈ മൂല്യവർദ്ധ ഉൽപ്പന്നത്തെക്കുറിച്ച് പറയണത്. അപ്പോൾ അതും കൂടെ നമുക്ക് മനസ്സിലാക്കാം. തേൻ ജാതിക്ക ഇത് കുട്ടികൾക്ക് മിഠായിക്ക് പകരം ഇതിൽ നിന്നൊരു കഷ്ണം, ചെറിയ കഷ്ണങ്ങൾ കുട്ടികൾക്കായിട്ട് കൊടുക്കാം. നല്ല മധുരവും പുളിയൊക്കെ ആയിട്ട് നല്ല രസമാണ് കഴിക്കാനായിട്ട്, വയറിനൊക്കെ നല്ലതാണ്. ഇത് വലിയവർക്കും കുട്ടികൾക്കൊക്കെ ഉപകാരപ്രദമായ ഒരു ഔഷധമാണ്. തേൻ ജാതിക്ക ചൂട് മാറി ബോട്ടിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ലൊരു പ്രൊഡക്റ്റാണ്. ഇതെല്ലാവരും ചെയ്ത് നോക്കാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.